അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന പിക്ക് ഇതേ ഒരു ഒറ്റ ക്ലിക്ക് കൊണ്ട് ഇങ്ങനെ ആക്കിയാലോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനായി ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്നും ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണാൻ ശ്രമിക്കുക. അതുകൂടാതെ യൂസ്ഫുൾ കണ്ടന്റ് റിലേറ്റഡ് ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. അപ്പോൾ അർജു ടെക് പ്രോജക്ട്സ് എഡിറ്റിംഗ് പാർട്ട് 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വളച്ചു കിട്ടാതെ ആദ്യം തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് പറയാം. ഹൈപിക് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് വന്നിട്ട്. ഇത് കറൻ്റ്ലി പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. സോ അപ്പോൾ ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അത് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഇമ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ കൊടുത്ത് നിങ്ങൾക്ക് വേണമെന്നൊരു ഫോട്ടോ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എൻ്റെ സ്റ്റെപ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഞാൻ പെട്ടെന്ന് കാണിച്ചു തരുന്നതാണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ, ശേഷം ഇവിടെ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ക്രോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ AI എക്സ്പാൻഡ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ നിങ്ങളിവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ ഫോട്ടോ കണക്കൊക്കെയുള്ള റേഷ്യോ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ താഴെയായിട്ട് എൻ്റർ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞൊരു ബോക്സ് കാണാൻ കഴിയും. അവിടെ നിങ്ങളുടെ ഫോട്ടോയ്ക്ക് എങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് വേണോ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം നിങ്ങൾക്ക് ഇവിടെ ജനറേറ്റ് എന്ന് കാണാൻ സാധിക്കും. അത് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം ഈ ഒരു പ്രോസസ്സ് കാണാം. അത് വേഗം തന്നെ പ്രോസസ്സ് ആകുന്നതാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ കൊടുത്ത ഫോട്ടോ ഏത് ലെവലിലോട്ടാണ് ആയതെന്ന്. അതും ഡിഫറൻ്റ് ആയിട്ടുള്ള 3 ബാക്ക്ഗ്രൗണ്ട്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇത് മാത്രമല്ല, നമ്മൾ ലൈറ്റ് റൂമൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ അത്രയും ഫീച്ചേഴ്സ് ഈ ഒരു ഒറ്റ ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. എന്തെങ്കിലും പറയണം, പ്രിസസ്, റിയലൈറ്റ്, മാസ്കിങ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഈ ഒരു ഒറ്റ ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ അപ്പോൾ ഈ ഒരു പിക്ക് ജനറേറ്റ് ചെയ്തെടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. നിങ്ങൾക്ക് സ്റ്റെപ്സ് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോയുടെ ലെങ്ത് തന്നെ കുറച്ചിടുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കാം. അതിന് ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുക്കുക. അതിൽ ബയോയിൽ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു ചെയ്യാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ടേക്കുക. അതുമാത്രമല്ല ഇനിയും ഇതുപോലത്തെ കണ്ടന്റ് റിലേറ്റഡ് ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അതുകൂടാതെ എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുത്തേക്കുക. കൂടാതെ യൂസ്ഫുൾ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോസിനായി എൻ്റെ ഇൻസ്റ്റാഗ്രാം കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.